കണ്ണൂർ പിലാത്തറയിൽ പള്ളിയിൽ അതിക്രമിച്ചു കയറി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. ഏഴിലോട് ഫറൂഖ് ജുമാ മസ്ജിദിലെ മുഅദ്ദിനും കമ്മിറ്റി ഭാരവാഹികൾക്കുമാണ് കുത്തേറ്റത്. സംഭവത്തിൽ കാസർഗോഡ് ബേഡകം സ്വദേശിയായ സിയാദ് അബ്ദുള്ളയെ പരിയാരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടിമയായ ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. ബുധനാഴ്ച രാത്രി 10:45ഓടെയാണ് കണ്ണൂർ പിലാത്തറ ഏഴിലോട് ഫറൂഖ് ജുമാ മസ്ജിദിൽ ആക്രമണമുണ്ടായത്. ലഹരിക്കടിമയായ യുവാവ് പള്ളിയിൽ അതിക്രമിച്ചു കയറി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിലെ പ്രതിയായ കാസർഗോഡ് ബേഡകം സ്വദേശി സിയാദ് അബ്ദുള്ളയെ നാട്ടുകാരും പോലീസും ചേർന്നാണ് കീഴ്പ്പെടുത്തിയത്. നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ ഏഴിലോട് ക്വാർട്ടേഴ്സിൽ കുടുംബസമേതമാണ് താമസിച്ചിരുന്നത്. പള്ളിയിലെത്തുന്നതിനു മുൻപ് ഇയാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെത്തി ഭാര്യയെയും അയൽവാസികളെയും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും CCTV ക്യാമറകൾ തല്ലിത്തകർക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കയ്യിൽ കത്തിയുമായി തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറിയത്. പള്ളിയുടെ ജനൽ ചില്ലുകളും മദ്രസയിലെ കസേരകളും പ്രതി അടിച്ചു തകർത്തു. ശബ്ദം കേട്ട് പള്ളിയിലുണ്ടായിരുന്ന മുഅദ്ദിൻ മുഹമ്മദ് ആഷിഖ് ഉടൻ തന്നെ പള്ളി കമ്മിറ്റി ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ആദ്യം സ്ഥലത്തെത്തിയ പള്ളി കമ്മിറ്റി ഭാരവാഹി നസീറിനെ ഇരുട്ടിന്റെ മറവിൽ നിന്ന് പ്രതി വടിവാൾ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. നസീറിന്റെ പുറത്തും കാലിനുമാണ് കുത്തേറ്റത്. നിലവിളി കേട്ട് ഓടിയെത്തിയ മുഅദ്ദിൻ മുഹമ്മദ് ആഷിഖ്, കമ്മിറ്റി ഭാരവാഹിയായ KM സമീർ എന്നിവർക്കും കത്തിവീശുന്നതിനിടയിൽ പരിക്കേറ്റു. ബഹളം കേട്ട് കൂടുതൽ നാട്ടുകാർ ഓടിയെത്തിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. ഉടൻ തന്നെ പരിയാരം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ 3 പേരെയും പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.